لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ കാലത്തും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു കാര്യമാണ്. സ്ത്രീകളെ പരിഗണിക്കാത്ത മതമാണ് ഇസ്ലാം എന്നത്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് എല്ലാ കാലത്തും മുസ്ലിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ജനിക്കുന്ന സമയം മുതൽ മരണം വരെ മകൾ, മാതാവ്, ഭാര്യ തുടങ്ങിയ എല്ലാ മേഖലകളിലും തികഞ്ഞ ആദരവും പ്രത്യേകമായ അവകാശങ്ങളും സ്ത്രീകൾക്ക് നൽകിയ മതമാണ് ഇസ്ലാം. സിനിമാ ലോക മേഖലയിലെ സ്ത്രീകൾക്ക് എതിരെയുള്ള കടന്നുകയറ്റത്തെ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിലുള്ളത്. വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങൾ പല നിലക്കും എടുത്തു പറയുകയും പല ക്യാമ്പയിനുകളായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. വിവാഹം, കുടുംബം എന്ന ശക്തമായ ജീവിത വിശുദ്ധിയെ തകർക്കുക എന്ന മെസ്സേജാണ് കുറച്ചു കാലമായി സിനിമാ ലോകത്ത് നടക്കുന്നത്. എൻ്റെ സിനിമ കണ്ട് ഒരു 10 വിവാഹമോചനമെങ്കിലും നടന്നാൽ എൻ്റെ സിനിമ വിജയിച്ചു, ഞാൻ സന്തോഷവാനായി എന്ന് പറയുന്ന നിർമ്മാതാക്കളുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അവരുടെ ആവശ്യം യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം തകരുകയും കേരളീയ മനസ്സിൻ്റെ സമാധാനം തകർന്ന് ഇവിടെ അരാജകത്വം ഉണ്ടാവുകയും വ്യഭിചാരം വർദ്ധിക്കുകയും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് സിനിമാ ലോകം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ തിരിച്ചടിച്ചു എന്നേ പറയാനുള്ളൂ. തിരിച്ചു വന്ന് അവർ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ, ഇതിൻ്റെ മെസ്സേജ് നൽകാൻ ഉപയോഗിച്ച നടികൾക്കു തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സിനിമ കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും നന്മ സിനിമയിൽ നിന്ന് പകർത്താനുണ്ടാകുമോ? ഇല്ല. കള്ളക്കടത്ത്, മയക്കുമരുന്ന് ഉപയോഗം, അവിഹിത ബന്ധങ്ങൾ, റൊമാൻസ്, കാമകേളികൾ, ഇതെല്ലാം സിനിമകൾ സമൂഹത്തിൽ നൽകുന്ന മെസ്സേജുകളാണ്. അങ്ങനെയൊന്നും ചെയ്താൽ കുഴപ്പമില്ല, അതൊക്കെ സാർവത്രികമായ കാര്യമാണ് എന്നൊക്കെയുള്ള മെസ്സേജുകൾ സിനിമയിൽ നിന്ന് ലഭിക്കുന്നു.
അനേകായിരം ആളുകൾ സ്ക്രീനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് സിനിമ അഭിനയിക്കുന്നവരുടെ വസ്ത്രം ഉപയോഗിക്കുന്നു, അവരുടെ ചെരുപ്പും അവരുടെ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു അനുകരണത്തിൻ്റെ ശൈലിയും സംസ്കാരവും കൊണ്ടുവരുന്നതിൽ സിനിമാ രംഗം പുതുതലമുറയിൽ വിജയിച്ചു എന്നാണ് പറയാനുള്ളത്. മോഷണവും കൊലപാതകവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അകത്തേക്ക് കയറി ചെന്ന് എങ്ങനെ ഈ സൂത്രം ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് സിനിമാ ലോകത്തും ലഭിച്ചതാണ് എന്ന് പറയപ്പെടുന്ന പ്രതികൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ ലോകം യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് നൽകുന്നത് ഒരിക്കലും നന്മയല്ല, തിന്മയാണെന്ന വിളംബരമാണ് ഇപ്പോൾ ഈ കാലത്തുണ്ടായ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ ചീഞ്ഞളിഞ്ഞതും ദുർഗന്ധം വലിക്കുന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞു. എന്നാലും മനുഷ്യൻ പഠിക്കുകയില്ല. മനുഷ്യൻ അതിൻ്റെ പിന്നാലെ പോവുകയും അവതാളത്തിലാവുകയും പിന്നെയും പ്രശ്നം പറയുകയും ഒരു റിപ്പോർട്ടിനും ഒരു പ്രതികരണത്തിനും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ലെന്ന് മുൻപത്തെ സംഭവങ്ങൾ തെളിയിച്ചതാണ്. സ്ത്രീ അരക്ഷിതയാണ്, സുരക്ഷിതയല്ല എന്ന് ഇസ്ലാം സ്ത്രീയെക്കുറിച്ച് ആരോപിക്കുന്നൊരവസ്ഥയുണ്ട്. മുസ്ലിം സ്ത്രീ സുരക്ഷിതയല്ലെന്ന് വിളംബരം ചെയ്യുന്ന ആളുകൾ തന്നെ ഈ സുരക്ഷിതത്വമല്ലാത്ത ഒരു പ്രദേശത്തേക്ക് കടന്നു ചെയ്യുകയും ഇസ്ലാം സ്ത്രീയെ വിഭാവനം ചെയ്യുന്ന ആ ഒരു നല്ല വശത്ത് മുസ്ലിം സ്ത്രീ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്താണ് എന്ന ചോദ്യത്തിന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? അദ്ദുനിയാ മതാഉൻ, ഈ ദുനിയാവ് ഒരു വിഭവമാണ്. ഖൈറു മതാഉദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ, നല്ല പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ചരക്ക് അല്ലെങ്കിൽ വിഭവം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ സ്ത്രീയാണ് ഏറ്റവും നല്ല വിഭവം. ഇസ്ലാമിൽ സ്ത്രീ സുരക്ഷിതയാണ്. സ്ത്രീകൾ സുരക്ഷിതരെന്ന റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനവും മഹത്വവും നാം അറിയുകയും മാനവ സമൂഹത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുകയുമാണ്. ഇസ്ലാം പഠിപ്പിച്ച സകല നിയമങ്ങളും സ്ത്രീകളുടെ സുരക്ഷിതത്വവും അഭിമാനവും സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. കാരണം ഈ നിയമം ഉണ്ടാക്കിയത് നമ്മളല്ല, ഇത് മാനുഷികമായി ഉണ്ടായതല്ല, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ തോന്നിയതല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ അറിയുന്ന, ലോകാവസാനം കഴിഞ്ഞിട്ടും ഈ ലോകത്തിനും ഈ നാട്ടിനും എന്തു സംഭവിക്കുമെന്നറിയുന്ന, കഴിഞ്ഞ കാലത്തെ അറിയുന്ന, വർത്തമാനത്ത് കാലത്ത് നടക്കുന്ന ഓരോ മൈക്രോ സെക്കൻഡിലും ഓരോ വ്യക്തിയിലും ഓരോ ജീവിയിലും ഓരോ പ്രദേശത്തും ഓരോ ഇഞ്ചിലും നടക്കുന്ന മുഴുവൻ കാര്യമറിയുന്ന അല്ലാഹുവാണ് ഈ നിയമത്തിൻ്റെ ഉടമസ്ഥനെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ലോകത്തുള്ള സ്ത്രീകൾക്ക് മാതൃകയായ സ്ത്രീകൾ ഒന്ന് മറിയം ബീവി അലൈഹിസ്സലാമയും രണ്ട് ആസിയ ബീവി അലൈഹിസ്സലാമയുമാണ്. രണ്ടും തൗഹീദിനു വേണ്ടി ജീവിച്ചവരാണ്. അല്ലാഹു തആലയുടെ മുന്നിൽ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ സംശുദ്ധയായ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. സഫാ മർവയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഹജ്ജിനും ഉംറക്കും എന്ന് പറയുമ്പോൾ അത് ഹജ്ജാജിമാർ ഹജ്ജ് ചെയ്യുമ്പോൾ ആ നടത്തത്തിൻ്റെ പിന്നിൽ ഹാജറ ബീവിയുടെ ചരിത്രമാണുള്ളത്. അപ്പോൾ സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കർമ്മം, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കർമ്മം, ആ കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായ സഫയും മർവയും അങ്ങോട്ടും ഇങ്ങോട്ടും സഅയ് നടത്തുക എന്നത് ഹാജറ ബീവി അലൈഹിസ്സലാമയുടെ മാതൃക സ്വീകരിച്ചാണ്. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം മഹത്വമുണ്ട്, മാതൃകയുണ്ട്, സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം ആരംഭിക്കുന്നത് തന്നെ സ്ത്രീ എന്ന പേരിലുള്ള അധ്യായം. അന്നിസാ എന്ന അധ്യായത്തിന്റെ ആദ്യത്തെ ആയത്തിലുള്ളത് എന്താ? യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തു. അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ആ അല്ലാഹുവാണ് ഇതുണ്ടാക്കിയത്. ഒരു ഉമ്മയും ഒരു ഉപ്പയുടെയും മക്കളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. പുരുഷന്റെ ഭാഗമാണ് സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നൻ നിസാഅ ശഖായിഖുർ റിജാൽ, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്റെ പകുതിയാണ്. സ്ത്രീകൾക്ക് ഉത്തരവാദിത്തമുള്ള പോലെ അവകാശങ്ങളുമുണ്ട്.
എല്ലാ മേഖലകളിലും അവർക്ക് അവകാശമുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീക്ക്. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയാണല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത്? മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഇൽമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇൽമ മറച്ചുവെച്ച ആളുകൾ മുസ്ലിം സ്ത്രീക്ക് കുറേയധികം നിയന്ത്രണങ്ങൾ വരുത്തി. സ്ത്രീ പള്ളിയിൽ പോകരുത്, സ്ത്രീ അങ്ങനെ ചെയ്യരുത്, സ്ത്രീ ഇങ്ങനെ ചെയ്യരുത്, സ്ത്രീക്ക് വിദ്യാഭ്യാസം പാടില്ല, അവളെ എഴുത്തിനിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ പൗരോഹിത്യത്തിൻ്റെ മേൽക്കോയ്മ ലഭിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമില്ലെന്നൊരു ആക്ഷേപം വരാൻ പ്രധാന കാരണം അതാണ്. പള്ളിയിൽ പോകാൻ സ്ത്രീക്ക് അനുവാദം നൽകി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇശായിനും സുബൈക്കും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നിരുന്നു. ജുമാഅക്ക് പോകാം, ഐച്ഛിക നമസ്കാരത്തിൽ പങ്കെടുക്കാം, പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീക്ക് പോകാം, ഗ്രഹണ നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്, എഴുത്തിക്കാത്തിരിക്കാൻ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. സഹാബ വനിതകൾ ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് 40ഓളം തെളിവുകൾ നിലനിൽക്കെ തന്നെ പോകാൻ പാടില്ലെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷിതയല്ലെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവർക്ക് അവസരമുണ്ട്. യുദ്ധരംഗത്ത് സ്ത്രീകൾ പുരുഷന്മാരെ സഹായിച്ചിരുന്നു. വെള്ളവും ഭക്ഷണവും ഒരുക്കി അവരും യുദ്ധരംഗത്ത് സജീവമായി നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം ഇന്നത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗൗരവപരമായി ആലോചിക്കണം. സ്ത്രീ സുരക്ഷയ്ക്കു വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ തെറ്റിച്ചതാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം വർദ്ധിക്കാനും സ്ത്രീകൾ ആക്രമിക്കപ്പെടാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കാരണം അതാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. നബിയെ, നിന്റെ പത്നിമാരോട്, പുത്രിമാരോട്, സത്യവിശ്വാസികളെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. മാറിടങ്ങളിലൂടെ വസ്ത്രം താഴ്ത്തിയിടാത്തവർ, ഇത് കുത്തി ഈ കഴുത്തിൻ്റെ അവിടെ ഒരു ഓട്ട പ്രദർശിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നിൽ ഇങ്ങനെ മുഴയായി കെട്ടുന്ന സ്ത്രീകൾ, കാണാൻ ആകർഷണീയതയുണ്ടാകുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, അങ്ങനെ ധരിക്കുന്ന ആളുകൾ ഉപദ്രവിക്കപ്പെടും. കാരണം എന്തിനാണ് മാറിടത്തിലൂടെ വസ്ത്രം താഴ്ത്തിയിടാൻ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അത് അവർ തിരിച്ചറിയപ്പെടാൻ. ഇത് ഞാൻ ഉപദ്രവിക്കപ്പെടേണ്ട സ്ത്രീയല്ല, ഇവൾ മാന്യയാണെന്ന് തിരിച്ചറിയേണ്ടത് വസ്ത്രത്തിൽ നിന്നാണ്. ഇവൾ മുസ്ലിമാണെന്ന് തിരിച്ചറിയേണ്ടത് വസ്ത്രത്തിൽ നിന്നാണ്. ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അത് വേണം. നല്ല ചുരിദാറിട്ട് നല്ല ആകർഷണീയമായി ഒരു പെണ്ണു പോകുന്നുണ്ടെങ്കിൽ ആണിന് കാഴ്ചയാണ് പ്രധാനം. അവന് കാഴ്ചയിലൂടെ വികാരം വരും. അതാണ് ആണിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യമാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആകർഷകത്വമുണ്ടായി ചാറ്റിങ്ങും ചീറ്റിങ്ങും തട്ടിക്കൊണ്ടുപോകലും ചാടിച്ചു കൊണ്ടുപോകലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വസ്ത്രമാണ് പ്രശ്നം. ആ വസ്ത്രം കൃത്യമായി ധരിച്ചിട്ടില്ലെങ്കിൽ റാപ്പറില്ലാത്ത മിഠായിയിൽ ഉറുമ്പ് വരുന്നത് പോലെ, റാപ്പറുള്ള മിഠായി സുരക്ഷിതമാകുന്നത് പോലെ റാപ്പറുള്ള പെണ്ണ് സുരക്ഷിതമായിരിക്കും. റാപ്പറുള്ള പെണ്ണ് സുരക്ഷിതമായിരിക്കും. റാപ്പറില്ലാത്ത പെണ്ണിനെ പലരും കൊത്തിക്കൊണ്ടുപോകാനും കണ്ണുകൊണ്ട് വികാരത്തോടുകൂടി നോക്കാനും തയ്യാറാകുമെന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ കൽപ്പന എവിടെ ലംഘിച്ചോ ആ പെണ്ണ് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും, പ്രശ്നം അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്യുന്നു. അൽ മർഅതു ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തറഫഹ അശ്ശൈത്താൻ. സ്ത്രീ ഔറത്താകുന്നു. സ്ത്രീയുടെ ശബ്ദം ഔറത്താണ്. സ്ത്രീ മുഴുവൻ ഔറത്താണ്. അവൾ പുറപ്പെട്ടാൽ ശൈത്താൻ അവളെ പുരുഷന്മാർക്ക് അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കും. ഒരു പെണ്ണ് പോകുന്നുണ്ടെങ്കിൽ അവളെ നോക്കാൻ എല്ലാ പുരുഷന്റെ അടുത്തും ശൈത്താൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഔറത്ത് മറച്ചു പോണം. മുഖവും മുൻകൈയും മറച്ച്
നല്ല വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകേണ്ടവളാണ് സ്ത്രീ. അവളുടെ ശബ്ദം പോലും ഔറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കാൻ പാടില്ല സ്ത്രീ. لا يخلون رجل بامرأة إلا مع ذي محرم ഇല്ലാതെ ഒരു സ്ത്രീ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട വ്യക്തിക്കാണ് മഹറം എന്ന് പറയാം. ഒരു സ്ത്രീ അങ്ങനെ ഒരാളില്ലാതെ ഒരിക്കലും ഒരു പുരുഷനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി, ഹദീസ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാരോട് കൂടിക്കലരാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ അയഞ്ഞു പോയിട്ടുണ്ട് സമൂഹത്തിൽ. ആ നിയമങ്ങളൊക്കെ അയഞ്ഞുപോയി. എവിടെയും നിൽക്കാം. ആശുപത്രിയിൽ ഒരാണിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഒരു സ്ത്രീയാണെങ്കിലും കൂടിക്കലറൽ വരുത്തുന്നു. ഓരോ സ്ഥലത്തും ബസ്സിൽ പിന്നിൽ കയറുന്നു. എന്തിനാണ് കൽപ്പിച്ചു കൂട്ടി ബസ്സിൽ പിന്നിൽ കയറുന്ന അവസ്ഥയുണ്ടാകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യത്തിലും സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ, പെണ്ണ് സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവരുടെ സുരക്ഷയെ അത് ബാധിക്കുമെന്ന് നമ്മൾ ഈ സമകാലിക സംഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. ഖൈറു സുഫൂഫി തിജാരി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫി നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവയിൽ അവസാനത്തേതാണ്. സ്ത്രീ പള്ളിയിൽ വന്നു നിൽക്കുമ്പോൾ അവസാനത്തെ സഫിലാണ് നിൽക്കേണ്ടത്. പുരുഷൻ അവ്വൽ സഫിലാണ് നിൽക്കേണ്ടത്. എന്തിന്? കൂടിക്കലരാതിരിക്കാനാണ് അങ്ങനെ നിൽക്കുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവസാനത്തേതും ഏറ്റവും മോശമായത് അവയിൽ ആദ്യത്തേതുമാണ്. അന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പുരുഷന്മാർ നിന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ സ്ത്രീകൾ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം നൽകിയത്. മഹറമിനോടൊപ്പമല്ലാതെ യാത്ര പാടില്ല. ഒരു ദിവസത്തിലധികം യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു വ്യക്തി ഒപ്പമില്ലാതെ ഒരു സ്ത്രീയും യാത്ര പോകാൻ ആ സ്ത്രീക്ക് അനുവാദമില്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ വഴികളും ഇസ്ലാം വിലക്കി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നിയമങ്ങൾ പാലിക്കുന്നവരാരോ ആ മുസ്ലിം സ്ത്രീ സുരക്ഷിതയാണ്. ഈ നിയമം പാലിക്കാത്തവരാ ഒരു മുസ്ലിം സ്ത്രീയുണ്ടോ അവർ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. സ്ത്രീകളെ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത് വമൻഅൽ വഹാത്ത് വവഅദൽ ബനാത്ത് വകരിഹ ലക്കും ഖീല വഖാല കസ്റത്തു സുആൽ വഇളാഅത്തുൽ മാൽ. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മമാരെ ഉപദ്രവിക്കൽ, മാതാക്കളെ ഉപദ്രവിക്കൽ, മാതാവ് സ്ത്രീയാണ്, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ താൻ നൽകേണ്ടത് നൽകാതിരിക്കുകയും തനിക്ക് അർഹതയില്ലാത്തത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്, പെൺമക്കളെ ജീവനോടെ കൊഴിച്ചുമൂടൽ എന്നിവ അല്ലാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പെൺകുട്ടികളിലൂടെ സ്വർഗം നേടാൻ സാധിക്കും, സ്ത്രീകളിലൂടെ സ്വർഗം നേടാൻ സാധിക്കും. മൻ കാന ലഹു ഉൻസ ഫലം യഇദ്ഹ വലം യുഹിൻഹ വലം യുഗ്ദിർ വലദഹു അലൈഹ യഅനി അദ്ദുകൂർ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാവുകയും അവൻ അതിനെ ജീവനോടെ കുഴിച്ചു മൂടുകയും അവളെ അപമാനിക്കാതിരിക്കുകയും ആൺകുഞ്ഞിനെ അവളെക്കാൾ പ്രാമുഖ്യം നൽകാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഒരു പെൺകുഞ്ഞുണ്ടാവുക, ജീവനോടെ കുഴിച്ചു മൂടിയില്ല, അപമാനിച്ചില്ല, ആൺകുഞ്ഞിനേക്കാൾ പ്രാമുഖ്യം കൽപ്പിച്ചില്ല, അല്ലാഹു അയാളെ സ്വർഗത്തിലാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും കൂടുതൽ കടമയുള്ളത് പെണ്ണിനോടാണ്. ഒരു മനുഷ്യൻ ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലുള്ളാഹ് മൻ അഹഖു ബിഹുസ്നി സ്വഹാബതി, ഞാൻ ഏറ്റവും നന്നായി വർത്തിക്കേണ്ടത് ആരോടാണ്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോട്. ഖാല തുമ്മ മൻ, പിന്നെ ആരോടാണ്?
പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോട്. മൂന്നാം പ്രാവശ്യം ചോദിച്ചു, ഞാൻ ആരോടാണ് നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക. പിന്നെയും ചോദിച്ചു അയാൾ, ആരോടാണ് ഞാൻ നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? അബൂക, നിന്റെ ഉപ്പയോട്. 3 പ്രാവശ്യം ഉമ്മയോട് 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 എന്ന് പറയുന്നത് സ്ത്രീക്കുള്ള സ്ഥാനമാണ്, മാതാവിനുള്ള സ്ഥാനമാണ്. സ്ത്രീയെ അത്രയും ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫി ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാൻ തക്റഹൂ ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. ഭാര്യയുടെ അവകാശങ്ങളെ പരിഗണിക്കാത്തതിനെയും പരിപാലിക്കാത്തതിനെയും കുറിച്ചുള്ള വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അവരോട് നിങ്ങൾ മര്യാദയോടുകൂടി സഹവർത്തിക്കണം. ഇനി നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുന്ന പക്ഷം, അഥവാ ഭാര്യയോട് വെറുപ്പ് തോന്നുന്ന പക്ഷം എന്താണ് പരിഹാരം? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം വെറുക്കുകയും അതേ കാര്യത്തിൽ അല്ലാഹു ധാരാളം നന്മ നിശ്ചയിക്കുകയും ചെയ്യും. നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഭാര്യമാർ പലതും പറയുന്നത്. പക്ഷേ കേൾക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് വലിയ വെറുപ്പ് തോന്നും. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ദുരഭിമാനം കൊണ്ട് അനുസരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ദുരന്തം വരികയും അവർ പറയുന്ന കാര്യത്തിന് കാമ്പെടുത്തനുസരിക്കുമ്പോൾ അതുകൊണ്ട് ഗുണം ലഭിക്കുകയും ചെയ്യും. എന്നാലും ഈഗോ കൊണ്ട് അവളെ ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞ് പുരുഷമേൽക്കോയ്മ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവളുടെ ദാമ്പത്യം തകരും, അവളുടെ ജീവിതത്തിൽ കുറെ നഷ്ടങ്ങളുണ്ടാകും. അവർ പറഞ്ഞ ബുദ്ധിയില്ലായ്മ മുഴുവൻ അനുസരിക്കണമെന്നല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അനുസരിക്കേണ്ടിടത്ത് അനുസരിക്കുകയും അല്ലാത്തിടത്ത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഒരു സ്വഭാവത്തിലേക്ക് ദാമ്പത്യത്തെ കൊണ്ടുവരണമെന്ന് ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണമെന്ന് വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കുക. നിശ്ചയം സ്ത്രീ വാരിയലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടത്. വാരിയലിന്റെ ഏറ്റവും വളഞ്ഞ മീതയുള്ളതാകുന്നു അത്. താങ്കൾ അത് നേരെയാക്കിയാൽ അത് പൊട്ടിപ്പോകും. സ്ത്രീയെ നന്നാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. അതിനെ വെറുതെ വിട്ടാൽ അത് വളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മധ്യമ നിലപാട് സ്വീകരിക്കണം. നന്നാക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ നന്നാക്കുകയും അതേപോലെ ഒഴിച്ചുവിടേണ്ടിടത്ത് ഒഴിച്ചുവിടുകയും ചെയ്യണം. മധ്യമ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സ്ത്രീയെ നമുക്ക് നന്നാക്കാൻ സാധിക്കുക. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാരണം അള്ളാഹുവിൻ്റെ കരാറിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. ഒരു ബോധപൂർവമായ അമാനത്താണ് ഭാര്യയെ സ്വീകരിക്കുക എന്നത്. ഞാൻ സംരക്ഷിച്ചുകൊള്ളാം, ഞാൻ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊള്ളാം, ഞാൻ അവളെ സന്തോഷിപ്പിച്ചുകൊള്ളാം എന്നൊക്കെ കരാറേറ്റെടുത്ത് ആ 18 വർഷമോ 20 വർഷമോ വളർത്തിയ ഉപ്പയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഒരു കരാറാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നത്. അള്ളാഹുവിൻ്റെ വചനം കൊണ്ടാണ് നിങ്ങൾ അവരുടെ ലൈംഗിക അവയവങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമാക്കിയത്. നിങ്ങൾക്ക് അനിഷ്ടമുള്ള ആരെയും നിങ്ങൾ വിരിപ്പിൽ ചവിട്ടാതിരിക്കുക എന്നത് അവരുടെ മേൽ നിങ്ങൾക്കുള്ള അവകാശമാകുന്നു. ആ വിരിപ്പിലേക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടുവരാൻ പാടില്ലെന്ന് നിർബന്ധമാകുന്നു എന്ന് ഭാര്യമാരെ ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായിട്ടില്ല. മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിലിരിക്കാൻ നേരത്തെ വാപ്പയോട് മകൾ പറയുന്നു, അതെന്റെ ഭർത്താവിന്റെ വിരിപ്പാണ്, അവിടെ താങ്കൾ ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഇരിക്കരുതെന്ന് പറയുന്നു. അതാണ് ഭർത്താവിനോടുള്ള കടമ. അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല. അന്ന് ആ മക്ക രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ മദീന രാജ്യത്ത് വിലക്കേർപ്പെടുത്തിയിരുന്നു. എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു പെണ്ണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ സ്ത്രീകൾ അങ്ങനെ അവർ അപ്രകാരം ചെയ്താൽ മുറിവേൽപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് അവരെ അടിക്കാം. ഏത് സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മിനിറ്റിന് അടിയുണ്ടാവുകയും അത് പിന്നെ സോൾവ് ആക്കുകയും ചെയ്യുന്ന ഒരു ദാമ്പത്യം ഒരിക്കലും സുഖകരമായ ദാമ്പത്യമായി തീരുകയില്ല.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിക്കാമെന്ന് എവിടെയോ ഒരിടത്ത് കേട്ടു. പക്ഷെ എന്തിന്, എത്ര ഗൗരവമുള്ള തെറ്റിന് എന്ന് ആലോചിക്കാതെ ചെറിയ ചെറിയ തെറ്റിന് ശാരീരികമായും മാനസികമായും സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നത് ഒരു ഭർത്താവിന് അമാനത്ത് ലംഘിക്കുന്നതിനും സ്വർഗം നഷ്ടപ്പെടുന്നതിനും നരകം ലഭിക്കുന്നതിനും കാരണമായി തീരും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. മാന്യമായ നിരക്ക് അവർക്കുള്ള ഉപജീവനവും വസ്ത്രവും നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. ഒന്നാമത്തെ കാര്യം സ്ത്രീ സുരക്ഷിതയാണ് എപ്പോൾ അവളുടെ വസ്ത്രവും ഇസ്ലാമിക നിയമങ്ങളും അവൾ പാലിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം സ്ത്രീ സുരക്ഷിതയാണ് എന്നത് ഉറപ്പിക്കേണ്ടത് ഭർത്താവും മകനും ഉപ്പയുമാണ്. അവർ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കുകയും ഇവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട അവകാശങ്ങളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീ സുരക്ഷയായി. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തആല എങ്ങനെയാണോ ഇവിടെ നല്ല നിലയിൽ ജീവിക്കാൻ പറഞ്ഞത്, ആ സ്വഭാവത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ സ്ത്രീ സുരക്ഷിതയായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ സ്ത്രീക്ക് സുരക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഭർത്താക്കന്മാരും ഉപ്പമാരും മക്കളും ഒക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്വീകരിച്ചാൽ നല്ല ഒരു കുടുംബ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സ്ത്രീയോട് ആദരവും ബഹുമാനവും നിലനിർത്തുക. അവർ നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾക്ക് നമ്മൾ ഒരു മാസം 1.5 ലക്ഷം ശമ്പളം കൊടുത്താലും അത് അധികമാവില്ല. അത്രയും വലിയ സേവനങ്ങളാണ് ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്നത് എന്നൊരു വിചാരമുണ്ടാകണം. 25,000 ശമ്പളം വാങ്ങുന്ന ഒരാൾ 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരുവളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണോ അതേപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഭർത്താക്കന്മാർ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കേണ്ടത്. ദയയും നീതിയും അവർക്ക് വേണ്ടി ഉറപ്പുവരുത്തണം. അവരുടെ ചെലവും പരിപാലനവും പുരുഷന്മാർ മാന്യതയോടുകൂടി നിർവഹിക്കണം. ഒരു കാര്യം ഇതുവരെ വാങ്ങി തന്നിട്ടില്ല, എൻ്റെ ഭർത്താവ് ഞാൻ ചോദിക്കാതെ വാങ്ങി തന്നിട്ടില്ല, അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു സാധനം എനിക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ധാരാളം സ്ത്രീകളുടെ അനുഭവമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണോ നമ്മുടെ ഭാര്യ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഉമ്മ അങ്ങനെയുള്ള സ്ത്രീയാണോ എന്ന് ആലോചിക്കണം. വൈകാരികമായ പിന്തുണ നൽകണം, ക്ഷമയും സഹനവും അവലംബിക്കണം. അവരുടെ ഗുണങ്ങളും അവർ ജീവിതത്തിൽ നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് അവരോട് പ്രവർത്തിക്കുകയും പെരുമാറുകയും വേണം. അവരുടെ ത്യാഗങ്ങളെ അംഗീകരിക്കണം. കാര്യങ്ങൾ നല്ല നിലയിൽ അവരോട് ചർച്ച ചെയ്യണം. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പല സ്ത്രീകളും. എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്ന് പറയും. മക്കൾ വലുതായാൽ പിന്നെ ഉമ്മമാരെ നോക്കുന്നില്ല. എത്ര വലിയ സങ്കടകരമായ അവസ്ഥയാണ്. വിധവയായി 10-28 വർഷം ജീവിച്ച് പിന്നെയും വരുമ്പോൾ എൻ്റെ മകൻ്റെ വേണ്ടി ജീവിച്ചു, അവൻ എന്നെ വിട്ടുപോയി എന്ന് സങ്കടത്തോടുകൂടി പറയുന്നുണ്ടെങ്കിൽ ആ മോനെ അവൻ്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അവരാൽ സ്വാധീനിക്കപ്പെട്ട് തിന്മകൾ ചെയ്യാതിരിക്കുക. ഭാര്യമാർ പലതരത്തിലും പലിശക്കെടുക്കാനും നമ്മളോട് പല കാര്യത്തിനും കൽപ്പിക്കും. തിന്മ കൽപ്പിച്ചാൽ അവരെയല്ല മാതാപിതാക്കളെ പോലും അനുസരിക്കേണ്ടതില്ല. ആദർശപരമായ വീക്ഷണങ്ങളിലും തീരുമാനങ്ങളിലും പരലോകത്തിൻ്റെ കാര്യത്തിലും അവരെതിരായി വർത്തിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ പറഞ്ഞ് നല്ല നിലയിൽ അവരതിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ഒരു സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങൾ ചെയ്താൽ സ്ത്രീകളെ നിങ്ങൾ സ്വർഗത്തിൽ പോകും. 4 കാര്യങ്ങൾ ചെയ്താൽ സ്ത്രീകളെ നിങ്ങൾ സ്വർഗത്തിൽ പോകും. 5 നേരം നമസ്കരിക്കുക, റമദാനിൽ നോമ്പ് നോൽക്കുക, ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങളും ചെയ്യുന്ന എമ്പാടും സ്ത്രീകളുണ്ട്. എന്നാൽ ഭർത്താവിനെ അനുസരിക്കുക എന്ന 4ാമത്തെ കാര്യം ചെയ്യുന്നവർ വളരെ തുലോം കുറവാണ് എന്നത് സങ്കടകരമായ അവസ്ഥയാണ്. ഭർത്താവിനെ എല്ലാ നന്മയിലും അനുസരിക്കുക എന്നത് സ്വർഗം ലഭിക്കാനും അനുസരിക്കാതിരിക്കുക എന്നത് സ്വർഗം നഷ്ടപ്പെടാനും കാരണമാകുമെന്ന് കൃത്യമായി ആലോചിക്കണം. എന്തു നന്മ ചെയ്തിട്ടും കാര്യമില്ല, ഭർത്താവിനെ നന്മയിൽ അനുസരിക്കുന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ കാര്യം വളരെ കഷ്ടം തന്നെ ആയിരിക്കും നാളെ പരലോകത്ത്. അതുകൊണ്ട് ഭർത്താവിനെ
അനുസരിക്കുക എന്നത് ഗൗരവപരമായി സ്ത്രീകൾ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല നല്ല ഒരു കുടുംബജീവിതം നയിക്കാനും സ്ത്രീകളെ ആദരിക്കാനും പുരുഷന്മാരെ ആദരിക്കാനും ഒക്കെയുള്ള വിശാല മനസ്കത നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായ മുസ്ലിമായി പൂർണ്ണ ഈമാനോടുകൂടി സൽസ്വഭാവത്തിൻ്റെ കനം മീസാനിൽ കണ്ട് ഹിസാബിൻ്റെ വേദിയിൽ വേഗം വിചാരണ നടത്തി അങ്ങനെ സിറാത്തിൻ്റെ പാലത്തിലൂടെ വേഗത്തിൽ സ്വർഗത്തിലെത്തുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന സഹനത്തിനും പ്രയാസത്തിനും അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.